ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളേവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂട്ടുകാരെ, ഞാനിന്നിവിടെ പനീർ മസാല വെക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഒരു പനീർ മട്ടർ മസാല. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് പനീർ ക്യൂബ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 2 തക്കാളി, ഒരു സവാള, പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു പച്ചമുളകും കുറച്ച് പച്ച കൊത്തമല്ലിയാണ് എടുത്തേക്കണത്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, പെരുംജീരകം, ഒരു 3 ഗ്രാമ്പ്, ഒരു 2 ഏലക്കായ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു കറുവപ്പട്ടയുടെ കഷ്ണം എല്ലാം അങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ പച്ചക്കറി എല്ലാം അങ്ങോട്ട് നുറുക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഒരു കടായിലേക്ക് കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടെ ആ പനീർ ഒന്ന് ശരിക്കും വറുത്തങ്ങോട്ട് ഇടണം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് അങ്ങോട്ട് എടുക്കണേ. അതങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് ഫ്രൈ ചെയ്ത് കോരി അങ്ങോട്ട് മാറ്റി വെക്കണം. അതിലേക്ക് തന്നെ ആ എണ്ണയിൽ തന്നെ നമുക്ക് ആ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടെ അതുകൊണ്ട് മൂത്ത് വരുമ്പോഴേക്കും ആ കട്ട് ചെയ്ത് വെച്ച സാധനങ്ങളുണ്ടല്ലോ, സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും അങ്ങോട്ട് ചേർത്ത് കൊടുത്തേ നല്ലവണ്ണം അങ്ങോട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കണേ. ഇതങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുക്കാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് അങ്ങോട്ട് വഴറ്റണം. അപ്പോൾ നല്ലവണ്ണം അങ്ങോട്ട് പെട്ടെന്ന് തന്നെ വഴറ്റി അങ്ങോട്ട് എടുക്കാൻ പറ്റിയത്. ഇതങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാറുണ്ട്. ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തുമാണ് ഞാൻ എടുത്തേക്കണത്. അപ്പം അതിലേക്ക് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറണവരെ നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ടേ ഇതിലേക്ക് ആ തക്കാളി ഉണ്ടല്ലോ അത് കട്ട് ചെയ്തതും കൂടി അങ്ങോട്ട് ചേർത്ത് ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ചിട്ട് അതൊന്ന് അങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കണം. ഇതങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് റെഡി ആയിട്ട് വരുമ്പോഴേക്കും അങ്ങോട്ട് കോരി എടുത്ത് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് എടുത്ത് വെക്കാം. അത് ചൂടാറി കഴിയുമ്പോഴേക്ക് നല്ല ഫൈനായിട്ട് അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കണം. ഇതങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുത്തിട്ടേ അതേ ചട്ടി തന്നെ കുറച്ചും കൂടി ഓയിൽ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കണേ. ആ ഗ്രേവി നല്ലവണ്ണം അങ്ങോട്ട് വഴറ്റി റെഡി ആക്കി അങ്ങോട്ട് എടുക്കണം. അപ്പോൾ ഈ സമയത്ത് ആ ഗ്രേവിയുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് എടുത്ത് വെച്ചേക്കണ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, ഫ്രോസൺ ഗ്രീൻ പീസ്, അതങ്ങോട്ട് ചേർത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്നും കൂടി ഇളക്കിയിട്ടേ അതങ്ങോട്ടൊന്ന് റെഡി ആയിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും ആ പനീറിന്റെ ക്യൂബ്സും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പനീർ ക്യൂബ്സ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കി ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് കുറുകി വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതങ്ങോട്ട് കുറുകി അങ്ങോട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഉണ്ടല്ലോ അത് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പൊ അത് അരച്ചങ്ങോട്ട് ചേർക്കാനുണ്ടേ. ഒന്നെങ്കിൽ കാഷ്യൂനട്ട് അരച്ചങ്ങോട്ട് ചേർക്കണം, അല്ലെങ്കിൽ നല്ല ഫ്രഷ് കുക്കിംഗ് ക്രീം കിട്ടും, അതൊഴിച്ചാലും മതിയാവും. അപ്പൊ ഞാൻ ആ കുതിർത്തി അങ്ങോട്ട് വെച്ച കാഷ്യൂനട്ട് ഉണ്ടല്ലോ നല്ല ഫൈനായിട്ട് അങ്ങോട്ട് അരച്ചിട്ടേ ആ കറിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുത്തു. നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പൊ കറി നല്ലവണ്ണം അങ്ങോട്ട് കുറുകിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ടേ അതൊന്ന് കലക്കിയിട്ട് കുറച്ചും കൂടി വെള്ളം അതിലേക്ക് ഒഴിച്ചേ എന്നിട്ട് ഇതിന്റെ പച്ചമണം മാറണവരൊന്ന് തിളപ്പിച്ച് അങ്ങോട്ട് എടുത്തപ്പോഴേക്കും കറി നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമല്ലി ഉണ്ടല്ലോ, നേരത്തെ എടുത്ത് വെച്ചാൽ പച്ചമല്ലി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിന്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ്. കുറച്ചു നേരം അടച്ചങ്ങോട്ട് വെച്ച് കഴിഞ്ഞാലാണ് കറിയുടെ ടേസ്റ്റ് അങ്ങോട്ട് കൂടുകയുള്ളൂ. നമ്മളെ പനീറൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ആ പനീറിലേക്ക് നമ്മുടെ മസാലയൊക്കെ അങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വന്നോളും കുറച്ചു നേരം അടച്ചു വെക്കുമ്പോഴേക്കും. ഈ മട്ടർ മസാല ചപ്പാത്തി, അതുപോലെ തന്നെ പൊറോട്ട, വെള്ളയപ്പം, റൈസ്, നല്ല ഫ്രൈഡ് റൈസിന്റെ ഒക്കെ ഒപ്പം, വെജിറ്റബിൾ ഫ്രൈഡ് റൈസിന്റെ ഒക്കെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പൊ കൂട്ടുകാരെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇതേപോലെ നല്ല അടിപൊളി കറിയാണ്. കുറച്ച് ടൈം എടുത്ത് ഇതേപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി കറി നമുക്ക് വീട്ടിൽ തന്നെ കഴിക്കാൻ പറ്റും.